നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് മിയ കൺവെൻഷൻ സെൻറ്ററിലാണ്. നമ്മളുടെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എമാക്കിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്നൊരു പ്രൊജക്റ്റാണ്. ഇന്ന് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളായി പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ എല്ലാമായ രജീബ് ക നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് രജീബ് ക ഇതിലേക്ക് വെൽക്കം ചെയ്യാം. വലിയൊരു സ്വപ്നം പണിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ ഒരു സക്സസ്ഫുൾ റണ്ണിങ്ങിൽ വലിയൊരു ഇവന്റും നടത്തിയ സന്തോഷത്തിലാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. ഒരു ജനറൽ വെഡ്ഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരുന്ന ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 തരത്തിലുള്ള ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ കയറി വരുമ്പോൾ തന്നെ ചിലർക്ക് നമ്മുടെ ഫിക്സഡ് സീറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇതെല്ലാം വരുന്നത്. ഞാനൊരു 12-13 ഇവൻറ്റ് മാനേജേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാർട്ടിലേക്ക് പോയത്. ഇത്രയും തന്നെ ഒരു 4-5 കാറ്ററിങ്ങിൻ്റെ ലീഡിങ് കാറ്ററിങ്ങിൻ്റെ ടീമുകളായിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസിഷൻസിൽ എടുത്തത് ആ ഒരു ഡിസൈൻ പാർട്ടിലേക്ക് അവരെ ഉൾക്കൊള്ളിച്ച് നമ്മൾ ചർച്ച നടത്തി വന്നതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ നമുക്ക് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഞാൻ വിഷ്ണു, ഗ്രീൻ പ്ലാനറ്റ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. 2021 ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റിലേക്കായിട്ട് ഗ്രീൻ പ്ലാനറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. മിയയുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റ് നമുക്കൊരു ചലഞ്ചിങ് ആയിരുന്നു. എല്ലാ പ്ലാനും നമുക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലയൻ്റ് ആയാലും ആർക്കിടെക്റ്റ് ആയാലും വളരെ സ്പെസിഫിക് ആയിരുന്നു അവരുടെ റിക്വയർമെൻറ്റിൽ. മിയയുടെ ഡിസൈനിങ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് എലിവേഷൻ ആയാലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു പ്രൊജക്റ്റ് ആയിരുന്നു മിയ. മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് പെട്ടെന്നുള്ളൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെറും 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ നമുക്കൊന്ന് ഫൈനൽ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെയധികം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ വെഡ്ഡിങ് ബുക്ക് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഇവന്റുകാർക്ക് ഇവിടെ ചെയ്യാൻ കഴിയണു, ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വൈഡസ്റ്റ് അത്രയും വലിയ സ്റ്റേജ്, നമ്മുടെ ഓപ്പൺ ഹാൾ, അതിനെ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈറ്റിങ്, നമ്മുടെ ട്യൂണബിൾ ലൈറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഫീഡ്ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇൻറ്റീരിയറിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അവർ പല കാര്യങ്ങളും അഡീഷണലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളതും വളരെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു പാറ്റേണാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഈ ഒരു ക്ലാസിക്കൽ ടച്ചിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആകെ ഇതിൽ ഒരു ബീജ്, ബ്രൗണ്, അതുപോലെ തന്നെ ഒരു വൈറ്റ് ഒരു തീമാണ് നമ്മളിതിലേക്ക് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ ഭാഗങ്ങളിലും വേണ്ടുന്ന പ്ലാന്റുകൾ, അതിന് വേണ്ടുന്ന എന്ത് കളറിലാണ്, എന്ത് ഫ്ലവറാണ് വേണ്ടത്, അത് എത്ര ഹൈറ്റിലുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടത്, അതിൻ്റെ ഓരോ കാര്യങ്ങളിലും സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും നമുക്കൊരു സംതൃപ്തി തോന്നിയ പ്രൊജക്റ്റുകളിലൊന്നാണ് മിയയുടേത്. നമുക്കിതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. ശരിക്കും എല്ലാ കാര്യങ്ങളിലും ഡിസ്കസ് ചെയ്ത് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നതും കൃത്യമായി ക്ലയൻറ്റും ആർക്കിടെക്റ്റും എല്ലാം ഒരുമിച്ചിരുന്ന് തന്നെ തീരുമാനിച്ച് പോയി ഒരു ടീമായിട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം ശരിക്കും നല്ല സംതൃപ്തി തരുന്ന വർക്കുകൾ തന്നെയാണ്. ഈ ഡോറിൻ്റെ എൻട്രി, വൈഡ് എൻട്രിയും അതിൻ്റെ ലോബി, ഇതെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടാണ് നമുക്കിപ്പോൾ
കിട്ടുന്ന പോസിറ്റീവ്. അതുപോലെ നമ്മൾ 2 ഡോറ് വെക്കുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയൊക്കെ. ഒരു വിവാഹം നടന്നപ്പോൾ ഇവർക്ക് വധു വന്ന് നിന്നിട്ട് ഈ ഡോറിന്ന് അറ്റം വരെ സ്റ്റേജിന്റെ കയറുന്നത് വരെ ലെങ്തി ആയിട്ട് ഒരു വാക്ക് വേ സെറ്റ് ചെയ്ത് അതിന്റെ മിഡിലിൽ അവർ സ്റ്റെപ്പ് ചെയ്തു. എന്നിട്ട് ആ മിഡിലിൽ കൂടെയാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു കാർ പോർച്ചും അതുപോലെ തന്നെ ലോബി ഹൈറ്റുമാണ്. ആ ഒരു ഹെഡാണ് ഇതിൻ്റെ 2 മെയിൻ പാർട്ട് പറഞ്ഞാൽ ഈ 2 ഹെഡുകളാണ്. അപ്പോൾ ഈ പാർട്ടിനെ നമ്മൾ ഒരുപാട് റിവൈസേഷനും അതുപോലെ തന്നെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ടായിരുന്നു. ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ജനറലി ബാക്ക്ഗ്രൗണ്ട് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനത്തിലേക്ക് ഞാൻ ആദ്യം തന്നു എന്നല്ലാതെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെങ്ത് ഈ ഫീല് തരുന്ന ഒരു സാധനം എനിക്കതൊരു പറയാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. മിക്കവാറും എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ വിവാഹം കഴിഞ്ഞ എല്ലാവരുടെ ആൽബത്തിൽ കണ്ടെന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതിൽ നമ്മൾ സക്സസ് ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂവിലേക്കും ഈ ഒരു ഡിസൈൻ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളുടെ ഒരു ലാൻഡ്സ്കേപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുഗൾ ഗാർഡൻസിലൊക്കെ കാണുന്ന ഒരു വാക്ക് പോലെയാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് വരുന്ന ആൾക്കാർക്കും നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന ആ ഒരു ഫോട്ടോയുടെ ആയാലും അല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പാകത്തിന് ഉള്ളത് വേണം. ഒരു കാരണവശാലും വ്യൂ ബ്ലോക്ക് ആവുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ ഉള്ളിൽ വരരുത് എന്നുള്ളതായിരുന്നു ഒരു പ്രധാന കാര്യം. ഇത് എങ്ങനെയൊക്കെ ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഇതിന് പല സ്റ്റെപ്പുകളിലായിട്ട് കൊടുത്തിട്ടുള്ളതിനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഹൈറ്റുകളായാലും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളതായാലും എല്ലാം ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓരോ പില്ലറുകളിലും അതുപോലെ തന്നെ വാളുകളിലും നമ്മൾ ആ ഒരു ഗ്രൂസും അതുപോലെ തന്നെ കട്ടിങ്ങുകളും നമ്മളൊരു ക്ലാസിക്കൽ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മിയ ഇൻറ്റീരിയറിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ലോബി ഏരിയ. ഈ ലോബി ഏരിയയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ സീലിംഗ് നമുക്ക് അത് കാരണം കൊണ്ട് അതിൻ്റെ ഫോൾ സീലിംഗ് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ലൈറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വാൾസുകളും നമ്മൾ നല്ലൊരു പാനലിങ്ങും അതുപോലെ തന്നെ ടൈൽ വർക്ക്സ് കൊണ്ട് നമുക്ക് നല്ലൊരു റിച്ച് ലുക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ലൈറ്റിംഗ് ആണ്. അത് സീലിങ്ങിലാണെങ്കിലും വാളിലാണെങ്കിലും നമ്മൾ ഒരുപാട് പാനൽ ലൈറ്റ്സുകളും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലാണെങ്കിലും നമ്മൾ ഇതിൻ്റെ സ്പോട്ട് ലൈറ്റുകളാണെങ്കിലും പ്രൊഫൈൽ ലൈറ്റുകളാണെങ്കിലും അതിലൊക്കെ ആ ഒരു റിച്ച്നെസ്സും ആ ഒരു റോയൽ ആംബിയൻസും നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ്ലി എനിക്ക് തോന്നുന്നു ഒരു 3800 പേരുടെ ഒരു വിവാഹം നടന്നു ഇവിടെ. അതൊരു ചെറിയ ഷോർട്ട് സമയം, അന്ന് 2 കല്യാണം ഉണ്ടായി തോന്നുന്നു. അപ്പോൾ ഇവർക്ക് ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഭയപ്പെട്ടു. ഞാനത് നാട്ടിലുള്ള സമയമാണ്. ഒരു 3800 പേരുടെ ഡൈനിങ് വിത്തിൻ 1.5 hour to 2 hours ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളത്. നമ്മുടെ ആ വൈഡായിട്ടുള്ള ഡോറ് കൊടുത്തു, ദെൻ എക്സിറ്റ് വേറെ കൊടുത്തു, കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറാം എന്നുള്ളത് ഒരു പ്രത്യേകത. നമ്മൾ ആദ്യം ഈവൻ നമ്മുടെ ഡൈനിങ്ങിൽ ഒരു പില്ലർ പോലും ഒരു പില്ലറില്ല. അതുമാത്രമല്ല, അതിൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ഒരാൾ നോട്ടീസ് ചെയ്തൊരു കാര്യം, നിങ്ങൾ ഈ ചെമ്മരിലെല്ലാം കൊടുത്ത ടൈൽസ് ഉണ്ടല്ലോ, ഇതിന്റെ കളറിങ്ങും അതിന്റെ ക്വാളിറ്റിയും ഈ അറ്റ്മോസ്ഫിയർ, അതായത് ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് പറ്റിയ ആ ഒരു പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തു. അത് ക്ലീനിങ്ങിൻ്റെ ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ അതുപോലെ നമുക്ക് കല്യാണം കഴിഞ്ഞ് പോയവരുടെ തന്നെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്സ് വരുന്നുണ്ട്. അതിൻ്റെ അവരുടെ കെയർ ഓഫിൽ തന്നെ ബുക്കിംഗ് വരുന്നത്. മുപ്പതോളം ഏകദേശം വെറൈറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഗ്രാസ് ചെറിയ വിട്ടിൽ വരുന്ന ഗ്രാസ് ഏരിയകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആംബിയൻസിന് ഏറ്റവും മാച്ചായിട്ടുള്ളതും നിൽക്കാവുന്നതായിട്ടുള്ള മെക്സിക്കൻ കാർപ്പറ്റ് ഗ്രാസാണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഡിസൈനും നമ്മൾ സ്പെഷ്യാലിറ്റി തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 3 സൈഡിൽ നിന്ന് നമുക്ക് ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പാസേജസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പോർച്ചിൽ ഒരു വണ്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ 2 സൈഡിൽ കൂടെ നമുക്ക് പാർക്കിങ്ങുകൾക്ക് വരികയും പോവുകയും ചെയ്യാന്നുള്ളത് ശരിക്കും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
നമ്മളുടെ ഇപ്പം നാളത്തെ നടന്ന ഫംഗ്ഷനിൽ തന്നെ അത് നമ്മളെ പോലീസ് ഇൻസ്പെക്ടേഴ്സ് അത് അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള കൺട്രിയിലെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മളോട് ഫോളോ ചെയ്തത്. സ്റ്റാൻഡേർഡ് നമ്മൾ ശരിക്കും അത് നമുക്ക് ഗുണം ചെയ്തു. അത് ഈ ലാസ്റ്റ് നടന്ന മറ്റേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഗവൺമെൻറ് ഫംഗ്ഷൻ, അതിൽ വന്ന ലക്ഷറി വണ്ടികൾ ബസ് പോലെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മളുടെ പോർച്ചിൽ നിന്ന് പോയിട്ട് അപ്പുറത്ത് തിരിക്കാനും റിവേഴ്സ് എടുക്കാതെ തന്നെ പോയിട്ട് തിരിക്കാനുള്ള സ്പേസൊക്കെ അവർ എല്ലാവരും നമ്മൾക്ക് നല്ലൊരു അപ്രീസിയേഷനാണ് കിട്ടി. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നൊരു ഉച്ചഭക്ഷണവും അവരെ റെസ്റ്റിംഗ് പ്ലേസുമായിട്ട് നമ്മൾ ആദ്യം സജഷൻ വന്നു. കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി നോക്കിയിട്ട് നമ്മളെ ഇവിടെ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അതിനൊരു പെർഫെക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നമ്മളാരും ചെയ്യാത്ത രീതിയിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റമാണല്ലോ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചെയ്തത്. അവർ വന്ന് നോക്കുമ്പോൾ തന്നെ അവർ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഏത് ഓഫീസർ വന്നാലും നമ്മുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഹെൽത്ത്, അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അവർ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെല്ലാം വന്നിട്ട് നമ്മുടെ കിച്ചണിൻ്റെ സെറ്റിങ്സ് ആയാലും അവിടുത്തെ വെള്ളം, ഈവൻ STP ആയാലും മറ്റേ നമ്മുടെ ഇൻസിനേറ്റർ വെച്ചിട്ടുള്ളതായാലും എല്ലാം അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഒരു A ക്ലാസ് സർട്ടിഫിക്കേഷനിലേക്ക് തരുന്നത്. നമ്മുടെ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ ചെറിയ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സാധാരണ ഫിൽട്ടർ സിസ്റ്റം അല്ലാതെ. അതും കണ്ടപ്പോഴാണ് പലരും നമ്മളോട് പറഞ്ഞതൊന്നും ഒരിക്കലും സാധാരണ നമ്മൾ കാര്യങ്ങൾ അതൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരു എന്താ പറയുക, ഒരു ചീഫ് മിനിസ്റ്റർ നമ്മളുടെ ഇവിടെ വന്ന് താമസിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് പോകുന്നു, അതുപോലെ 20ഓളം മന്ത്രിമാരെ ഒരുമിച്ച് ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാം കൂടി നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നമുക്കൊരു നേട്ടമായിട്ട് തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏറ്റവും എനിക്ക് തോന്നിയത് നമ്മളുടെ ആ ഒരു ഫ്ലോർ ലെവലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഒരു വയസ്സായ ആൾക്കാർ വന്നാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്നുള്ളതുണ്ട്. 30 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. പിന്നെ പ്രായമുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഉമ്മ തന്നെ കാലോ യാത്രയുള്ളൂ, ഉമ്മക്ക് തന്നെ അതിൽ ഈസി ആയിട്ട് കയറി നടന്ന് പോകാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തിരിച്ചു പോകുന്നത് വരെ ഒരു സ്റ്റെപ്പില്ല. നമ്മൾ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു പോയിന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ എയർ പാസേജ് വരുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ വൈകിട്ടായാലും നമുക്ക് ഇവിടെ വന്നൊന്ന് ഇരുന്ന് അത് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയാം നമുക്ക്. ഒരു ഗേറ്റ് 40 അടിയോളം വീതിയുള്ള ഗേറ്റാണ്. പക്ഷേ നമുക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനും വളരെ സിമ്പിളായിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിലാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്തത്. ശരിക്കും നമ്മൾക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു എൻട്രി ഉണ്ടല്ലോ, അത് വളരെ വൈഡായിട്ട് നമുക്ക് ചെയ്യാനും പറ്റി. രജീവിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ ആണ് നമ്മളത് അതിലും പ്ലസ് ഗേറ്റിലേക്ക് നമുക്കതിനെ കണ്ടിന്യൂറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഗേറ്റിൻ്റെ ഈ 40 അടിയുടെ കൺസേൺ പലരും നമ്മളോട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞെങ്കിലും നമ്മളുടെ അത് ചെയ്യുന്ന കക്ഷി മുബ്ര ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായി ചെയ്തു തന്നു. അത് മുബ്ര ഒരു നമ്മുടെ ഫോൾഡിങ് ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു 8 ഫോൾഡിങ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 10 ഫോൾഡിങ് ആണ് അതിൻ്റെ. അപ്പോൾ ആ ഫോൾഡിംഗ് ഒക്കെ തന്നെ നമുക്കൊരു ത്രെറ്റായിരുന്നു. ബട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് നടന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ആ വലിയ ബസ്സെല്ലാം വന്ന് കയറുമ്പോഴൊന്നും ഒരു തടസ്സവും ഒരു അമാക്കിൻ്റെ ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അപ്പം നമുക്കൊരു പുറത്തൊരു ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടല്ല ഫീൽ ചെയ്യുക. നമ്മളൊരു ഫാമിലി ഇത് പ്രൊജക്ട്സ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് എല്ലാ പ്രൊജക്റ്റിലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു അതിൻ്റെ എല്ലാ സപ്പോർട്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ഗുണങ്ങളും ശരിക്കും നമുക്ക് ഈ പ്രൊജക്റ്റിലും പ്രകടമായിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്ന ഓരോ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഈ സൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇറിഗേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ത്രൂ ഔട്ട് ഇത്രയും ഏരിയയുടെ ഉള്ളിലേക്ക് ഇറിഗേഷൻ്റെ പ്ലംബിംഗ് ലൈൻസ് എത്തുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ അസ്ഫാൾട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ റോഡ് റോളർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഈ സൈറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എമാക്കിൻ്റെ ടീം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാം, അതെങ്ങനെ കറക്റ്റ് ചെയ്ത് ഇവിടെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആക്കാം എന്നുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെയുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.